നമസ്കാരം. മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. ഏറ്റവും നിർണായകമായ നിമിഷം, അതായത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല ട്രംപും അതുപോലെ തന്നെ പുടിനും രണ്ട് വൻ ശക്തികൾ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അതായത് യുക്രൈൻ റഷ്യ യുദ്ധം ഇതിലൂടെ അവസാനിക്കുമോ? ട്രംപ് പറഞ്ഞിരുന്നത് വന്ന ഉടനെ തന്നെ ഇതൊക്കെ തീർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇതുവരെയും നടന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സൗഹൃദം വലിയ രീതിയിൽ ദൃഢമായി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ഇന്ത്യക്കാർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണെന്ന് തോന്നുന്നു. അതിലേറെ സാറിന് പറയാനുണ്ട്. എന്നാൽ എന്താണ് ഈ ഒരു രണ്ട് പേര് വൻ ശക്തികൾ വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപും പുടിനും തമ്മിൽ നേരിട്ട് കാണാൻ പോകുന്ന 6 വർഷത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ എനിക്ക് തോന്നുന്നത്. നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? എങ്ങനെയാണ് സാർ ഇതിനെ ഉറ്റുനോക്കുന്നത്? എന്തായിരിക്കും ഒരു ജിയോ പൊളിറ്റിക്സിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താണ്? ശരത്ത് പറഞ്ഞ വളരെ ശരിയാണ്. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ മീഡിയ അത്ര ഉണർന്നിട്ടില്ല. ഇൻ്റർനാഷണൽ മീഡിയയിൽ ടോപ്പ് ന്യൂസാണ്. യൂറോപ്പിലും ചൈനയിലും എല്ലായിടത്തും ടോപ്പ് ഹെഡ്ലൈനാണ്. ഈ നാളെ മറ്റന്നാൾ അലാസ്കയിൽ വെച്ച് നടക്കുന്ന പ്യൂട്ടിൻ്റെയും ട്രംപിൻ്റെയും മീറ്റിംഗ് ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യക്ക് അതിനകത്ത് വലിയൊരു സ്റ്റേക്കുണ്ട്. ഈ എന്തിനാണ് ഈ അലാസ്കയിൽ പോയതെന്ന് ചിലർക്ക് അറിഞ്ഞുകൂടാ. പ്യൂട്ടിൻ എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന്. വേറെ രാജ്യങ്ങൾ തൊട്ടടുത്ത് വേറെ പല രാജ്യങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അവിടെ പോയില്ല എന്ന്. അപ്പോൾ നമ്മുടെ പ്യൂട്ടിൻ ആദ്യം ട്രംപിൻ്റെ അടുത്ത് ബൈലോറഷ്യയിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ബൈലോറഷ്യ അദ്ദേഹത്തിൻ്റെ റഷ്യയുടെ ഒരു സ്വന്തം കക്ഷിയാണ്. അവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് സമ്മതിച്ചില്ല. അപ്പോൾ ട്രംപല്ല സമ്മതിക്കാത്ത, നാറ്റോ, UK, ജർമ്മനി അവരെയും കൂടെ കൺസൾട്ട് ചെയ്യണമല്ലോ ട്രംപിന്. ചുമ്മാ ആവശ്യമില്ലാതെ ട്രംപിന് ഇവരെയൊക്കെ എതിരാക്കേണ്ട കാര്യമില്ലല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്. അങ്ങനെ ട്രംപ് എല്ലാം കൂടെ സജസ്റ്റ് ചെയ്തതാണ് അലാസ്ക. എന്തുകൊണ്ട് പ്യൂട്ടിൻ അപ്പോൾ ഇവർ പറഞ്ഞ രാഷ്ട്രങ്ങളിലൊന്നും പ്യൂട്ടിൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ വേറെ ഏതൊക്കെ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു, ലണ്ടൻ വരെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ അല്ലെങ്കിൽ ജർമ്മനി, റഷ്യയുടെ അടുത്താണ് ജർമ്മനിയിൽ അവിടെ എങ്ങും പോകാൻ പറ്റില്ല എന്ന് പ്യൂട്ടിൻ പറഞ്ഞ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICC ഇൻ്റർനാഷണൽ കോർട്ട്, ക്രിമിനൽ കോർട്ട്, ICJ ഉണ്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അത് വേറെ, അത് UN-ൻ്റെ ബോഡിയാണ്. ആളുകൾക്ക് ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അതുപോലുള്ള കാര്യങ്ങളാണ് ICJ കൈകാര്യം ചെയ്യുന്നത്. UN ബോഡിയാണ് ഇത്. UN ബോഡിയല്ല, ICC ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഹേഗ് തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. പക്ഷേ അത് റോമിൽ 2002 വെച്ച് പാസ്സാക്കിയ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് ICC ഉണ്ടാക്കിയത്. അതിനകത്ത് ഇന്ത്യ, റഷ്യ, ഇസ്രായേൽ, അമേരിക്ക ഇത്രയും പേര് ഒപ്പിട്ടിട്ടില്ല. അപ്പം പ്യൂട്ടിൻ ഇവിടെ വേണമെങ്കിൽ വരുന്നാൽ കുഴപ്പമൊന്നുമില്ല, അമേരിക്കയിൽ പോണതിനും കുഴപ്പമില്ല. വേറെ ഒരു രാഷ്ട്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ നാറ്റോ എപ്പോഴും ഈ ഇംഗ്ലണ്ടും ജർമ്മനിയും മറ്റുള്ള രാഷ്ട്രങ്ങളും പലരും റഷ്യയ്ക്ക് അഗൻസ്റ്റാണ്. ഒരു ചെറിയ ഒരു അവസരം കിട്ടിയ പ്യൂട്ടിനെ മാറ്റാനോ അല്ലെങ്കിൽ പ്യൂട്ടിനെ അവമാനിക്കാനോ ഒക്കെ അവർക്ക് പ്ലാനുണ്ട്. അതുകൊണ്ടാണ് പ്യൂട്ടിൻ പറഞ്ഞാൽ അവിടെ വരാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് അപ്പോൾ ഈ എങ്ങനെ അറസ്റ്റ് വാറണ്ട് വന്നെന്ന് വെച്ചാൽ 2022 23 23 തോന്നുന്നു. 2023 ഈ ICC, അപ്പോൾ അത് നാറ്റോക്കാരെല്ലാം കൂടെ ചെയ്ത പണിയാണ്. പിന്നെ അമേരിക്ക USA എൻ്റെ പുറകിലുണ്ട്. അന്ന് ബൈഡനാണല്ലോ. ബൈഡൻ ടോട്ടലി റഷ്യയ്ക്ക് അഗൻസ്റ്റ് ആയിരുന്നു. ബൈഡനും ബൈഡൻ്റെ ഡീപ് സ്റ്റേറ്റും.
അപ്പോൾ അവർ ഒരു കോൺകോക്റ്റ് ചെയ്ത് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പുട്ടിനൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. അതായത് 1500ഓളം പിന്നെ ക്രിമിയയും പിന്നെ മറ്റേ ഉക്രൈൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും റഷ്യ അനക്സ് ചെയ്തപ്പം ഓക്യുപ്പൈ ചെയ്തപ്പം അവിടെ അവിടെ അവശേഷിച്ച അച്ഛനും പാരൻസ് ഒന്നും ഇല്ലാത്ത, പാരൻസ് ഉണ്ട്, പാരൻസ് വേറെ എവിടെ പോയി, പിള്ളേർ ട്രാപ്ഡായിപ്പോയി. 1500 പിള്ളേരെ ഇങ്ങേര് റഷ്യയിലേക്ക് കടത്തിയെന്നാണ്. പിന്നെ എന്തോ ചെയ്യണം? ഇവർ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? അദ്ദേഹം പിന്നെ റഷ്യ അവരെ കൊണ്ടുപോയി നല്ല രീതിയിൽ അവർ യുദ്ധക്കുറ്റവാളികളൊന്നുമല്ല, നല്ല രീതിയിൽ ടോപ്പ് ലെവലിൽ അവരെ പാർപ്പിച്ചിരിക്കുകയാണ് ആ കുട്ടികളെ കൊടുക്കും തിരിച്ച് ഇവർ തമ്മിൽ വാറ് കഴിയുമ്പോൾ. അപ്പോൾ അദ്ദേഹം അതൊരു എന്താ പറയുന്ന ഒരു എന്താ പറയുന്ന മോചനദ്രവ്യം പോലുള്ള ഇതായിട്ടാണ് കുട്ടികളെ വെച്ചിരിക്കുന്നത്. അത് ശരിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പം അത് ICC-യുടെ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഇതാണ്. മനുഷ്യക്കടത്ത്, കുട്ടികളോടും ക്രൂരമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തൊരു സാധനം പറഞ്ഞുണ്ടാക്കി അറസ്റ്റ് വാറൻറ്റ്. അതുകൊണ്ട് പുടിൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്രയോ നാളുകളായി പോകുന്നില്ല. പിന്നെ ഈ അലാസ്കയിൽ അത് എഗ്രി ചെയ്തതിൻ്റെ വേറൊരു കാര്യം, 1867 റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ ഒരു അന്ന് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, അലാസ്ക മൊത്തം മഞ്ഞ് നിറഞ്ഞു കിടന്ന യൂസ്ലെസ് എന്ന് പറഞ്ഞ് റഷ്യ കൊടുത്താണ്. ഏകദേശം $7.5 മില്യൺ. ഇന്ന് അത് $130 മില്യൺ വരും വർത്ത്. അത് അമേരിക്കയ്ക്ക് വിറ്റതാണ്. പക്ഷേ അത് കഴിഞ്ഞൊരു 1867 വിറ്റത്. പക്ഷേ അത് കഴിഞ്ഞൊരു 50 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ മൊത്തം ഭയങ്കര റിച്ച് മിനറൽസും പിന്നെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ളതാണ് ഈ അലാസ്ക. അപ്പോൾ റഷ്യക്ക് ഭയങ്കര മണ്ടത്തരമായിപ്പോയി എന്ന് പിന്നെ റഷ്യക്ക് തോന്നി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഡിയോമിഡ്, ലിറ്റിൽ ഡിയോമിഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അവിടെ. അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും US-ൻ്റെയും അതിർത്തിയിൽ, ബിറ്റ്വീൻ അലാസ്ക ആൻഡ് റഷ്യയുടെ അതിർത്തിയിൽ ഉള്ളൊരു ഐലൻഡാണ് ലിറ്റിൽ ഡിയോമിഡ്. ലിറ്റിൽ ഡിയോമിഡ് എന്ന് പറയുന്ന ഐലൻഡ് ചെറുതാണ്, അത് അമേരിക്കയിലാണ്. അപ്പുറത്ത് ഡിയോമിഡ് എന്ന് പറഞ്ഞാൽ റഷ്യൻ അതിർത്തിയാണ്, ഐലൻഡാണ്. അപ്പോൾ ഈ റഷ്യൻ വിൻ്റർ സമയത്ത് ഇപ്പോഴൊക്കെ റഷ്യയിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ നടന്ന് അലാസ്കയിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. പക്ഷേ സമ്മറിൽ പറ്റില്ല. ബെറിങ് സീ അത് ഫ്രോസൺ ആവും. അപ്പോൾ അതിൽ കൂടെ ഈ ലിറ്റിൽ മേഡലും അപ്പുറത്തും ഇപ്പുറത്തും നടന്നു കയറാം. പക്ഷേ ഈ എക്സ്പ്ലോറേഴ്സൊക്കെയാണ് അത് ഈ ലാൻഡ് റൂട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് പ്യൂട്ടിൻ അത് എഗ്രി ചെയ്തതിൻ്റെ കാര്യം, ഈ റഷ്യയുടെ നല്ലൊരു മിലിറ്ററി അറേഞ്ച്മെൻറ്റ്സ് അവിടെ ഉണ്ട്. അഥവാ ഈ ഇങ്ങനെ വല്ല എന്തെങ്കിലും പോക്കൃത്തനോ മറ്റോ കാണിച്ചാൽ പിന്നെ റഷ്യക്ക് പെട്ടെന്ന് അവിടെ ഇടപെടാൻ പറ്റും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എന്നാലും റഷ്യക്ക് ഭയങ്കര സംശയം, ഇയാൾ KGB എന്ന് വന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എപ്പോഴും എല്ലായിടത്തും ആൻറ്റിന വെച്ചിരിക്കുക, ബാക്കിലും പുറകിലും ഫ്രണ്ടിലും ഒക്കെ. അപ്പം അതാണ് ഈ അലാസ്കയിൽ അദ്ദേഹം എഗ്രി ചെയ്തത്. പിന്നെ ഈ ICC വാറൻ്റ് അവിടെ പ്രശ്നമില്ലല്ലോ. ഈ പ്യൂട്ടിൻ ഇന്ത്യയിലും വരും. നമുക്ക് അറസ്റ്റ് വാറൻ്റ് നമ്മൾ അതിനകത്ത് സിഗ്നിറ്ററി, ഇന്ത്യ സിഗ്നിറ്ററി അല്ലാത്തതുകൊണ്ട് നമുക്ക് പ്യൂട്ടിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്കപ്പം ഇവർ തമ്മിലുള്ള ചർച്ചയിലേക്ക് വരാം. ഫ്രൈഡേ രാത്രിയാണ്, നമ്മുടെ ഇന്ത്യൻ സമയം രാത്രിയാണ് ചർച്ച. പക്ഷെ പ്ലേസ് പറഞ്ഞിട്ടില്ല. മിക്കവാറും ജുനേഗ് എന്ന് പറഞ്ഞ അലാസ്കയുടെ ക്യാപിറ്റലുണ്ട്. ഒന്നിൽ അവിടെയോ അല്ലെങ്കിൽ ലാർജസ്റ്റ് സിറ്റിയായ ആംഗ്രേജിലോ
ആയിരിക്കും ഈ ചർച്ച നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെളിവിട്ടിട്ടില്ല, അത് ടോപ്പ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ആ ചർച്ചയിൽ ഈ ട്രംപ് പറഞ്ഞത്, ശരത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, ട്രംപ് ഞാൻ വന്ന ഉടനെ ഞാൻ ആ യുദ്ധം തീർക്കും, ഈ യുദ്ധം തീർക്കും, റഷ്യ നമ്മുടെ സ്വന്തം ആളാണ്, പുടിൻ ബ്യൂട്ടിഫുൾ മാനാണ്. അദ്ദേഹം വന്ന ശേഷം ആദ്യം ബ്യൂട്ടിഫുൾ മാൻ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തെയാണ്, പ്യൂട്ടിനെയാണ് എന്നൊക്കെ പറഞ്ഞതെല്ലാം സത്യമാണ് കേട്ടോ. പക്ഷേ ട്രംപ് അതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റഷ്യയായിട്ട് ആവശ്യമില്ലാതെ എന്തിനടി, നമുക്ക് സൗഹാർദ്ദത്തിൽ പോവാം. ഈ നേരത്തെ ഇരുന്ന അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനും UK ഡീപ് സ്റ്റേറ്റിനും ഫ്രാൻസില്ല അതിനകത്ത്, ജർമ്മനിയുടെ ഡീപ് സ്റ്റേറ്റിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഈ റഷ്യ അമേരിക്കയും തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. റഷ്യ അമേരിക്കയും കൂടെ, ഇപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ തോളിൽ കൈയിട്ടാൽ ചിലർക്ക് അയ്യടാന്നായിപ്പോൾ. അതേപോലെ റഷ്യ അമേരിക്കയും തമ്മിൽ പിന്നെ വേൾഡിൽ എന്തോന്ന് പ്രശ്നം, ചൈന പിന്നെ ഒന്നുമല്ല. അപ്പം പിന്നെ നാറ്റോയ്ക്ക് പല അവിടുത്തെ വാർ മോങ്കറിങ് ലോബിയൊക്കെ ഉണ്ട്. ഈ സ്റ്റാമർ ഇതിൻ്റെ ഒരു പ്രധാന കക്ഷിയാണ്, ഈ റഷ്യക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കക്ഷി. ഈവൻ ട്രംപിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കക്ഷിയാണ്. ട്രംപ് ഇങ്ങനെ കളിയാക്കി വിട്ടല്ലോ, നമ്മൾ എല്ലാവരും കണ്ടതില്ലേ. ഈ ഫെബ്രുവരിയിൽ ഇങ്ങനെ ചാർജ് എടുത്ത ശേഷം നിങ്ങൾ റഷ്യയിൽ ഒരു കാര്യം ചെയ്യുന്ന, പിന്നെ റഷ്യയെ നിങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യൂ എന്ന് ട്രംപ് സ്റ്റാമർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങേർക്കറിയാം ഈ സ്റ്റാമറും ബാച്ചും റഷ്യക്ക് അഗൻസ്റ്റാണ്. അപ്പോൾ അവർക്ക് അത്ര രുചിക്കുന്നില്ല ട്രംപ് ഇങ്ങനെ സ്നേഹമായിട്ട് വരുന്നതാണ്. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ട്രംപ് വിചാരിച്ച് വല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ, മറ്റേ മിനറൽ മെറ്റീരിയൽ ഭയങ്കര റിച്ച്, ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ റഷ്യ. അതുകൊണ്ടാണ് ഈ 100-200 വർഷമായിട്ട് എല്ലാവരും ചെന്ന് റഷ്യയെ മാന്തുന്നത്. നെപ്പോളിയൻ വന്ന് മാന്തി, ഹിറ്റ്ലർ എല്ലാ കരാറും ഒപ്പിച്ചു. യുദ്ധമില്ല കരാർ അവർ തമ്മിൽ ഉണ്ടായിരുന്നു, അതെല്ലാം വയലേറ്റ് ചെയ്ത് വന്ന് റഷ്യയെ മാന്തി. ഇതെല്ലാം ചെന്ന് അവർ ഭയങ്കര റിച്ചാണ്. ലോട്ട് ഓഫ് വാട്ടർ ആണെങ്കിലും, ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും, അങ്ങനെ എല്ലാം, മിനറൽസ് ആണെങ്കിലും, അയൺ ആണെങ്കിലും, ഡയമണ്ട് ആണെങ്കിലും, ഗോൾഡ് ആണെങ്കിലും, ഹ്യൂജ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അൺടാപ്ഡ് റിസോഴ്സ് ആണ്. അപ്പോൾ അതാണ് ഈ എല്ലാവരും ഈ മീൻകടയിൽ നിന്ന് കറങ്ങുമ്പോൾ ഇവന്മാരെല്ലാം റഷ്യയുടെ അടുത്ത് കിടന്നാണ്. പിന്നെ അവർക്ക് ഇത്രയും ബോംബും ന്യൂക്ലിയർ പവറും ഒക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ട്രംപിനെ കുറ്റപ്പെടുത്താക്കൂല. എന്തിനാണ് വൈ അൺനെസസറി വാർ വിത്ത് റഷ്യ എന്നുള്ളത് നമുക്ക് ന്യായീകരിക്കാം. അപ്പം പക്ഷേ ഈ ഉക്രൈൻ വാറിൽ ഇവർ വിചാരിച്ച പോലെയൊന്നും, ഈ ട്രംപ് വിചാരിച്ച പോലെയൊന്നും നടന്നില്ല. കാര്യം ഞാൻ ഈ നാറ്റോ ഫോഴ്സസാണ് ഇവർ. ശരത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, മറ്റേ സൈബീരിയയിൽ അകത്ത് കയറി പിന്നെ ലോറിയിൽ മിസൈൽ കടത്തി അകത്ത് പോയി എയർപോർട്ട് ഇവരുടെ വലിയ എയർക്രാഫ്റ്റൊക്കെ തകർത്ത്. അത് ചെയ്തത് യുവന്മാരാണ്, നാറ്റോയാണ്, ബ്രിട്ടീഷുകാരെയാണ് സംശയം റഷ്യക്ക്. അതൊക്കെ ഈ ട്രംപിൻ്റെ പരിപാടികൾ അപ്സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിൽ ട്രംപ് ചൂടായെന്നാണ് അറിയുന്നത്. മര്യാദയ്ക്ക് ഇരുന്നോണം, ഞങ്ങൾ നാറ്റോന്ന് പുറത്താക്കും, നാറ്റോ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ട്രംപ് പറഞ്ഞെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം അപ്പോൾ പുടിൻ അങ്ങ് ഭയങ്കര ദേഷ്യമായി മറ്റേ ഇതൊക്കെ ചെയ്തപ്പോൾ. പിന്നെ ആ ട്രെയിനിൽ പോയ പാസഞ്ചേഴ്സിനെ, കുട്ടികളും സ്ത്രീകളൊക്കെ, അതും ഈ ബ്രിട്ടനാണ്, നാറ്റോയാണ് ആക്രമിച്ച് അവർ കൊല്ലപ്പെട്ടു. ഈ സമയത്ത് തന്നെ എനിക്കൊന്ന് ഏപ്രിൽ മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ട്രംപിൻ്റെ പരിപാടി അപ്സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. നാറ്റോയാണ് ഇത് ചെയ്തത്. ഉക്രൈനാനുള്ള പവറില്ല, അതിനുള്ള കഴിവുമില്ല. അപ്പം പുടിനും ചൂടായി. അപ്പം പുടിൻ പറഞ്ഞാണ്, നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങളിങ്ങനെ സമാധാനം ബ്യൂട്ടിഫുൾ മാൻ എന്നൊന്നും പറഞ്ഞ കാര്യമില്ല എന്ന് മറ്റോ ഈ മസ്റ്റ് ഹാവ് പുട്ട് ദ മെസ്സേജ് അക്രോസ് ട്രംപ്. അപ്പം എന്തായാലും അവർ തമ്മിൽ പിന്നെ തെറ്റി. അപ്പോൾ റഷ്യ അങ്ങ് കടുപ്പിച്ചു, അങ്ങ് കയറി ഇപ്പോൾ 18% ഉക്രൈൻ്റെ 18% റഷ്യയുടെ കയ്യിലാണ്. റഷ്യക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി. പിന്നെ ട്രംപ് പറഞ്ഞത് ശരത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, ഈ വാർ ഉണ്ടാക്കിയത് പിന്നെ ബൈഡനാണ്. അദ്ദേഹം പറഞ്ഞത് ബൈഡനാണ് ഈ വാർ ഉണ്ടാക്കിയത്. പിന്നെ യൂറോപ്യൻ ഫോഴ്സസ്, നാറ്റോ ആണ്, ദിസ് ഈസ് എ യൂറോപ്യൻ വാർ, ഈ അമേരിക്ക ഇതിനകത്ത് വരേണ്ട കാര്യമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പം പിന്നെ അവർ തമ്മിലുള്ള ഇക്വേഷൻ തെറ്റി. അത് ട്രംപിനെ മാത്രം കുറ്റം പറഞ്ഞല്ല, പുടിനും കിട്ടിയ സമയത്ത് വെച്ച് അങ്ങ് കഴിച്ച്. അപ്പോൾ ഇനി ചർച്ചയിൽ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വാർ നിർത്തിയാൽ കൊള്ളാൻ പറഞ്ഞു. ഉക്രൈനിൽ
2 വർഷം മുമ്പ് 70% പേര് പറഞ്ഞ് റഷ്യ അടിച്ച് ശരിയാക്കണമെന്നൊക്കെ പബ്ലിക് വോട്ട് ചെയ്തു. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ഇതിൽ 19% ഉള്ളൂ. 70%-ഓളം ആളുകൾ പറഞ്ഞു ഈ വാർ എങ്ങനെയും നിർത്തണം ഉക്രൈൻ. പിന്നെ വെറും 16% ഉക്രൈനിയൻസ് പറയണം അമേരിക്ക അതിനകത്ത് ഇടപെടേണ്ട, പിന്നെ പണിയെല്ലാം കൊള്ളാം പക്ഷേ നിങ്ങൾ ഇടപെടേണ്ട എന്നാണ് 16%. അത്രേ അല്ല 16% അമേരിക്ക ഇടപെടുന്നതിന് എഗൻസ്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഭൂരിപക്ഷം അമേരിക്കനകത്ത് ഇടപെടേണ്ടെന്ന് 16% സപ്പോർട്ടേ ഉള്ളൂ USA-ക്ക് ഉക്രൈൻ. അപ്പം ട്രംപിന് ഈ വാർ നിർത്തണം, പ്യൂട്ടിനും ഈ വാർ നടത്തണം. അപ്പോൾ ട്രംപ് ഈ ടാരിഫൊക്കെ ഇറക്കി നോക്കി, അതൊന്നും റഷ്യ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ മിനിഞ്ഞാന്നോ $67 ആണ് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ഇന്നലെയാണെന്ന് തോന്നുന്നു റഷ്യ അത് 47 ആക്കി, $47. അപ്പോൾ ഇന്ത്യ അപ്പോൾ ചാടി വീണ് പറഞ്ഞ് ഞങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യക്ക് 42 ആക്കി വെച്ചിരിക്കുകയാണ്. 42 വാങ്ങിക്കുക, നമ്മൾ വാങ്ങിക്കാതിരിക്കുക ചെയ്യും. അപ്പം പിന്നെ വേറെ ട്രംപല്ലല്ലോ എല്ലാം ചെയ്യുന്നത്, ട്രംപിന് നല്ല അഡ്വൈസേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ട്രംപിൻ്റെ അഡ്വൈസേഴ്സൊക്കെ പറഞ്ഞ് റഷ്യ ഒപെക് മാർക്കറ്റിൽ നിന്ന്, ഓയിൽ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് എന്തോ ചെയ്യും. റഷ്യ വലിയൊരു പ്രൊഡ്യൂസറാണ്. ഈവൻ സൗദിയേക്കാളും ഓയിൽ അവർക്കുണ്ട്, അവരത്രയും ഇറക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡീഡോളറൈസേഷൻ വരും. പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ $42 ഈവൻ യൂറോപ്യൻസ് $42 വാങ്ങിയാൽ, ഇതൊരു വലിയ ബോംബ് ഷെല്ലാണ് പുടിൻ ഇട്ടത്, $42 വാങ്ങിയാൽ അത് അമേരിക്ക സഫർ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡീഡോളറേഷൻ വരും, ഡോളറിന് വിലയിടിയും, പിന്നെ ഈ ട്രംപിൻ്റെ ഇക്വേഷനും താരിഫും എല്ലാം തെറ്റും, ആകെ പ്രശ്നമാവും. അപ്പം ട്രംപിനിത് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും അമിക്കബിളായിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് തീർക്കണമെന്ന് ട്രംപിന് ആത്മാർത്ഥ ആഗ്രഹമുണ്ട്. അപ്പം പ്യൂട്ടിനാണെങ്കിൽ റഷ്യക്ക് ഹാംഫുള്ളായിട്ടുള്ള യാതൊരു കാര്യവും സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട അതിനകത്ത് കാര്യം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ നമ്മളിവിടുത്തെ ചില നാട്ടുകാരെ അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർ എന്തെന്ന് റഷ്യ അടിച്ച് കയറണ്ടേ, റഷ്യ പഴയ പോലെയൊന്നുമല്ല, റഷ്യക്ക് പവറില്ല എന്നൊക്കെ പറയും. റഷ്യ വളരെ സൂക്ഷിച്ചാണ് ഈ ഉക്രൈനെ അടിക്കുന്നത്, എപ്പോഴും ഒരു പ്രിക്കോഷൻ അവരെടുക്കുന്നുണ്ട്. നമ്മൾ പാകിസ്ഥാനെ എതിരായിട്ട് നമ്മളങ്ങനെ ഒരു സംഗതി ചെയ്തെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരുടെ ടെററിസ്റ്റ് പിന്നെ 1-2 ബേസ് ഇതൊക്കെ തകർത്തിട്ട് നമ്മൾ പിന്നെ അങ്ങ് നിർത്തി. ഇതിനേക്കാളും പിന്നെ കോഷ്യസ് ആയിട്ടും ആണ് ഈ ഉക്രൈനെ റഷ്യ ആക്രമിച്ചത്. വലിയ ആയുധങ്ങളൊന്നും അവർ ഇറക്കാതെ പിന്നെ ലാസ്റ്റിൽ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇറക്കി, മിസൈലും മറ്റതും ഒക്കെ ഇറക്കി. അവരുടെ പല സംഗതികളും എയർഫോഴ്സ് ഒന്നും അനങ്ങിയിട്ടില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ഇത് നാളെ അവിടെ റഷ്യൻസ് ഉണ്ട്. ഇപ്പം ഡോൺബാസ് ഏരിയയിൽ 50% റഷ്യൻസാണ് ഉക്രൈൻ്റെ കയ്യിലിരിക്കുന്നത്. അതിപ്പോൾ പിടിച്ചടക്കി. അപ്പോൾ അവിടെയുള്ള ഈ റഷ്യക്കാരെ ഒന്നും ഉപദ്രവിക്കാൻ ഇഷ്ടമല്ല. നാളെ റഷ്യക്ക് ഭരിക്കണമെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ പിന്നെ അങ്ങ് അടിച്ച് അവനെ ബോംബ് ചെയ്ത് തകർത്ത് അതൊന്നും റഷ്യക്ക് താല്പര്യമില്ല. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓർത്തഡോക്സ് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കീവിലാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് ഇവർ പണി കൊടുക്കുന്നത്. സെലൻസ്കെ ഒക്കെങ്കിൽ തട്ടണം. ഈ സെലൻസ്കെയാണ് ഇത് മൊത്തം ബുദ്ധിമുട്ടിലാക്കിയത്. അവിടെ മര്യാദയ്ക്കൊരു റഷ്യൻ സ്പീക്കിംഗ് മദർ ടങ് ഉള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അയാളെ അടിച്ചോടിച്ചു ഈ നാറ്റോയും സെലൻസ്കി എല്ലാം കൂടെ ചെന്ന് അയാളെ അടിച്ചോടിച്ചു. അയാളവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ ഇത്രയും വലിയ കടുപ്പിക്കാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്കൊരു നാശമുണ്ടായി, ഈ ആൾനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റഷ്യ പോസിബിൾ ഇൻ ദ റിസൾട്ട് വെള്ളിയാഴ്ച രാത്രി ഈ ഡിസ്കഷനിൽ ചിലപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറോളം ചിലപ്പം ലാസ്റ്റ് ചെയ്യും. അതിൽ വരാൻ പോകുന്ന
സംഗതികൾ. ഒന്ന്, പ്യൂട്ടിൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ എല്ലാവർക്കും അറിയാം, സ്ട്രാറ്റജിസ്റ്റിനൊക്കെ ഇതറിയാം. ഡോൺബാസ്ക് ഏരിയ 18% ഓക്യുപ്പൈ ചെയ്തു, പക്ഷേ ഡോൺബാസ്ക് ഏരിയ, ഉക്രൈനിൻ്റെ കയ്യിലിരുന്ന ഡോൺബാസ്ക് ഏരിയ അത് ക്യാപ്ചർ ചെയ്തു. അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി പ്യൂട്ടിൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവർ ചെയ്യില്ല. അത് അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിന് അറിയാതെ. അപ്പോൾ ഡോൺബാസ്ക് ഏരിയ വിട്ടുകൊടുക്കില്ല. എന്തുകൊണ്ട് ഡോൺബാസ്ക് ഏരിയ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, ഈ ക്രിമിയ എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലമുണ്ട്. അത് ആക്ച്വലി റഷ്യൻ. പലരും നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിച്ച് ഇവിടെയൊക്കെ ചോദിക്കുന്നതായിട്ട് ക്രിമിയ എന്തിനു പിടിച്ചെടുത്തു റഷ്യ? അത് അവർക്ക് ജിയോ പൊളിറ്റിക്സ് ഹിസ്റ്ററി മനസ്സിലാകത്തോണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ ചില നമ്മുടെ പത്രങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വരുന്നുണ്ട്, ക്രിമിയ എന്തിനു പിടിച്ചെടുത്തു, മര്യാദയ്ക്ക് ഇരുന്ന് ക്രിമിയ റഷ്യ പിടിച്ചെടുത്തല്ലേ യുദ്ധം തുടങ്ങിയെന്നോ? അങ്ങനെയല്ല. 1783-ലോ 87-ലോ കാതറിൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു രാജ്ഞി എംബറസ് റഷ്യ ഭരിച്ചിരുന്നപ്പോൾ ക്രിമിയ റഷ്യയുടെ കീഴിലാക്കി. 1783-ൽ അവരുടെ കീഴിലാക്കി എന്ന് പറഞ്ഞാൽ അത് റഷ്യൻ ഡോമിനേറ്റഡ് ഏരിയയാണ്, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അസോവ് സീ എന്ന് പറയും, ബ്ലാക്ക് സീ. റഷ്യയുടെ പിന്നെ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്, ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന് പറയും, കരിങ്കടൽ. അപ്പോൾ അത് ക്രിമിയ സെവസ്റ്റോപോൾ എന്ന് പറഞ്ഞൊരു പോർട്ട് സിറ്റിയുണ്ട്. ആ സെവസ്റ്റോപോളിലാണ് ഇതെല്ലാം കിടക്കുന്നത്. അത് പോയ നമ്മുടെ ആൻഡമാൻസ് പോകും പോലെയാണ്. ക്രിമിയ തിരിച്ചു കൊടുത്താൽ നമ്മുടെ ആൻഡമാൻസ് ചൈനയ്ക്ക് പാകിസ്ഥാനെ വിട്ടുകൊടുത്ത പോലത്തെ ഒരു പ്രശ്നമാണത്. അപ്പം ആ ഇത് ക്രിമിയ നമ്മുടെ റഷ്യയുടെ കീഴിലായിരുന്നു 1783 തൊട്ട്. അത് 1954-ൽ ക്രൂഷ്ചേവിന് അറിഞ്ഞൂടല്ലോ, ഈ നാറ്റോ പാര വെച്ച് ഗോർബച്ചോവിനെ പൊക്കിക്കൊണ്ടുവന്ന് റഷ്യ ഡിവൈഡ് ചെയ്ത് 15 ഇങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന് ക്രൂഷ്ചേവ് 1954-ൽ അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഉക്രൈൻ റഷ്യയുടെ കൂടെയാണ്, USSRൻ്റെ കൂടെയാണ്. അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് ക്രൂഷ്ചേവ് ഈ ക്രിമിയെ എടുത്ത് ഇവർക്ക് കൊടുത്തു, ഇവരിൽ അറ്റാച്ച് ചെയ്ത്, ഉക്രൈൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത്, ബോർഡറിങ് ആയിട്ട്. അങ്ങനെ നിന്നപ്പോഴാണ് 91-ൽ ഗോർബച്ചോവ് വന്ന് എല്ലാവരും വയ്ക്കോ, ഞങ്ങൾ റഷ്യ ഇത് നിങ്ങളെല്ലാം സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ കൂടെ അങ്ങ് ക്രിമിയായി ഫോർ എ ബ്രീഫ് ടൈം. അത് അപ്പോൾ റഷ്യയുടെ ഒരു വലിയൊരു വീക്ക് പോയിൻ്റാണ്, ആക്ലെസ് ഹീലാണ് ക്രിമിയ. അപ്പോൾ റഷ്യ ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുകയാണ്, അടി ചോദിച്ച് വാങ്ങിക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ നടന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറ്റോ ഇങ്ങനെ നീക്കി ഈ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും ഈ UK-യുടെ ആളുകളും കൂടെ ഈ ഗോർബച്ചോവായിട്ടുള്ള കരാർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോർബച്ചോവിൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ വറി എന്താണ്? അല്ല എന്തൊക്കെ പറഞ്ഞാലും അയാൾ നാറ്റോയുടെ ചാരനാണെങ്കിലും ഗോർബച്ചോവ് റഷ്യക്കാരനല്ലേ. അപ്പം ചോദിച്ച് എന്താണ് നിങ്ങളുടെ വറി? പിന്നെ ഞങ്ങളിതെല്ലാം പിടിച്ചടക്കുമെന്നോ? അപ്പോൾ ഗോർബച്ചോവ് പറഞ്ഞു അതെ അങ്ങനെ ഒരു സംഗതിയുണ്ട്, ഞങ്ങളങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല, നിങ്ങളെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തോളൂ, ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങളവിടെ ജർമ്മനിയിൽ ഉണ്ട്, ജർമ്മനി വരെ ഉള്ളത് മതി, ജർമ്മനിയിൽ ബേസ് ഉണ്ടല്ലോ അമേരിക്കയ്ക്ക്. അപ്പോൾ ഗോർബച്ചോവ് തലകുലുക്കി ഈ കരാർ ഒപ്പിട്ട്. അങ്ങനെയാണ് 92-ൽ 15 സ്റ്റേറ്റായി റഷ്യ, USSR ഡിവൈഡായി റഷ്യയായത്. പക്ഷേ വാഗ്ദാന ലംഘനം നടത്തി ഓരോരോ സ്ഥാനത്തിന് ഓരോരോ യൂറോപ്യൻ സ്റ്റേറ്റിനെ, പോളണ്ട്, ജോർജിയ, മറ്റത് മറിച്ച് എല്ലാവരെയും അവർ നാറ്റോയിൽ ചേർത്തു. അപ്പോൾ ഈ നാറ്റോ അമേരിക്കയും അവരുടെ കൂടെയുള്ളവർ ഇങ്ങനെ നീങ്ങി റഷ്യയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ റഷ്യ ഈ വാളിൻ്റെ കൂടെ, പിന്നെ വാളാണ്, വാളിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല, ഇടിച്ച് മതിലിൽ നിൽക്കുകയാണ്. അങ്ങനെ വന്ന് ഓരോന്ന് നീക്കി വന്ന് പതുക്കെ ഉക്രൈൻ മര്യാദയ്ക്കുന്ന റഷ്യയാണ്. നമ്മളിപ്പോൾ റഷ്യയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. റഷ്യ ഉക്രൈനകത്ത് നാറ്റോ ഫോഴ്സ് വരാൻ പോയി. നമ്മൾ സമ്മതിക്കുമോ ശ്രീലങ്കയിൽ ICBM വയ്ക്കാൻ? നമ്മളൊരു സബ്മറൈൻ ചൈന അതുവഴി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി. നേപ്പാളിൽ ICBM വയ്ക്കാൻ നമ്മൾ സമ്മതിക്കും. അപ്പോൾ ഉക്രൈനിൽ നാറ്റോ വന്നാൽ
പിന്നെ തീർന്ന്. പിന്നെ ഇന്ന് ഞാൻ നാറ്റോയിൽ തൊട്ട് നാറ്റോ മെമ്പറിൽ ഒരാളെ തൊട്ടാൽ നാറ്റോ ഡിക്ലെയർ ചെയ്യും യുദ്ധം. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഈ യുക്രൈൻ നാറ്റോ ചേർക്കാൻ പോയപ്പോൾ നമ്മുടെ പ്യൂട്ടിൻ വിചാരിച്ചു ഇനഫ് ഈസ് ഇനഫ്, യു ആർ ഗെറ്റിംഗ് ടു മച്ച് എന്ന് പറഞ്ഞ് 2014 ഈ ക്രിമിയ റഷ്യയുടെയാണ് അതങ്ങ് പിടിച്ചെടുത്തു 2014. അപ്പോൾ ഈ ക്രിമിയെ സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യൻ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ റഷ്യയുടെ പവർ വ്യാപിപ്പിക്കാനൊക്കെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ക്രിമിയയും സെബാസ്റ്റോപോളും ബ്ലാക്ക് സീ ഫ്ലീറ്റും ഒക്കെ. ആ ക്രിമിയയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാലം 2016-18 ഈ ഡോൺബാസ്ക് പിടിച്ചെടുത്തല്ലോ റഷ്യ. അവിടുന്ന് ഒരു പാലം അവർ പണിഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിൽ കുറേ നാളുകളായിട്ട് നാറ്റോ ബ്രിട്ടീഷുകാരും മറ്റവരും ഒക്കെ വന്ന് ഇങ്ങനെ പണിയുന്നുണ്ട്. ആ പാലത്തിൽ കൂടെ പോയ ട്രെയിനിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. അപ്പം ഡോൺബാസ്ക് കൊടുക്കില്ല. സപ്രോഷ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ, യൂറോപ്പിലല്ലേ ലോകത്തിലാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. യൂറോപ്പ് ഷുവറാണ്, ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റാണ് സപ്രോഷ്യ. അപ്പോൾ അത് ഉക്രൈൻ്റെ ആയിരുന്നു. അപ്പം ഈ ക്രിമിയയിൽ ഇങ്ങനെ റഷ്യ ഒതുങ്ങിയെന്ന അടുത്ത നാറ്റോ പതുക്കെ ഈ സപ്രോഷ്യയിൽ കയറും. പിന്നെ അവിടെ ഇറാനിൽ ചെയ്തതല്ല ഭയങ്കര എക്സ്പെരിമെൻറ്റും ഭയങ്കര അട്ടാസും ബഹളവും അത് റഷ്യക്ക് അറിയാം. റഷ്യ അതും പിടിച്ചെടുത്തു. അപ്പോൾ സപ്രോഷ്യ വിട്ടുകൊടുക്കില്ല. സപ്രോഷ്യ വിട്ടുകൊടുത്താൽ ആക്യുലസ് ഹീലായിട്ട് ഉപയോഗിക്കും റഷ്യയുടെ നാറ്റോ. സപ്രോഷ്യ വിട്ടുകൊടുക്കില്ല. റഷ്യ ഒരിക്കലും സമ്മതിക്കാത്ത കാര്യമാണ്. സപ്രോഷ്യ വിട്ടുകൊടുക്കില്ല. 18% വിട്ടുകൊടുക്കില്ല. അല്ല, 18% ഡോൺബാസ്ക് വിട്ടുകൊടുക്കില്ല. ബാക്കി കുറച്ച് ഏരിയയൊക്കെ വേണമെങ്കിൽ വിട്ടുകൊടുക്കും. അതിനും കൂടെ തന്നെ അവർ പിടിച്ചത് വിട്ടുകൊടുക്കാൻ തന്നെ. അപ്പം ഈ ഡോൺബാസ്ക്, പിന്നെ ഡോൺബാസ്ക് എന്ന് പറഞ്ഞ ഏരിയ തന്നെ ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, പിന്നെ നെതർലാൻഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ അർമേനിയ, ഇതിനേക്കാളും വലിയ ഒരു പ്രദേശമാണ്. അബൌട്ട് 53,000 സ്ക്വയർ കിലോമീറ്റർ മറ്റേ ഉണ്ട്. ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. ഉക്രൈൻ ഈസ് ഓൾസോ എ ബിഗ് കൺട്രി. അപ്പോൾ ഇത് അവർ വിട്ടുകൊടുക്കില്ല. ഇത് ചോദിച്ച് വാങ്ങിച്ചതാണ് റഷ്യയുടെ. മര്യാദയ്ക്ക് അവർ ഇരുന്നാണ് അവിടെ. അത് വിട്ടുകൊടുക്കില്ല. പിന്നെ റഷ്യയുടെ മനസ്സിൽ തർക്കിക്കാൻ ചാൻസുള്ള ഒരു സംഗതി, ഈ യുക്രൈൻ വാർ നിർത്തണമെങ്കിൽ റഷ്യ തർക്കിക്കാൻ ചാൻസുള്ള ഒരു വേറൊരെണ്ണം, ഈ ഫ്രാൻസും ബ്രിട്ടനും കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു യൂറോപ്യൻ ഫോഴ്സ് അവിടെ വേണ്ടേ, നാളെ റഷ്യ കയറിയല്ലോ എന്ന്. അപ്പോൾ പ്യൂട്ടിന് കാര്യം മനസ്സിലായി. അപ്പം പ്യൂട്ടിൻ പറഞ്ഞ് ഓക്കെ ഫോഴ്സൊക്കെ കൊള്ളാം, പക്ഷേ അത് ഞങ്ങൾ പറയും ആര് വേണമെന്ന്. എന്നിട്ട് നിങ്ങളിങ്ങോട്ട് ഇവിടെ വന്ന് നിന്ന് മറ്റേ സ്റ്റാമർ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തിനീ കരാറൊക്കെ, നിങ്ങൾ വീണ്ടും പഴയ പണി തുടങ്ങും, ഞങ്ങളെ ഉപദ്രവിക്കും, പാര വയ്ക്കും. അതുകൊണ്ട് പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഒരു പൊസിഷൻ. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ റഷ്യ പറയും ഓക്കെ, പിന്നെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ വരുന്നില്ല, റഷ്യക്കാർ വരുന്നില്ല ഫോഴ്സിൽ, ഞങ്ങളെ പേടിയാണെന്നല്ലേ പറഞ്ഞ്. ശരി, ഇന്ത്യക്കാർ എടുത്തോ, ഇന്ത്യൻ ആർമി വരട്ടെ. ഉക്രൈനും ഇന്ത്യൻ ആർമി തർക്കമൊന്നുമില്ലല്ലോ. ആക്ച്വലി നമ്മൾ ഇന്ത്യൻകാർ റഷ്യക്കാരുമായിട്ട് ഒരു അടുപ്പമായുണ്ട്, അതാണ് റഷ്യ അങ്ങനെ പറയുന്നത്. പിന്നെ ബൈലോ റഷ്യ ഇരിക്കട്ടെ. അപ്പം ഇവർ പറയും ഇംഗ്ലണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, പിന്നെ വേണമെങ്കിൽ ജർമ്മൻസ് വന്നോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം ഫ്രാൻസ് വന്നോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കോമ്പിനേഷൻ, അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാരാണ്, ഇന്ത്യയും പിന്നെ വേറെ റഷ്യയായിട്ട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ആരെങ്കിലും കാണും. അങ്ങനെയുള്ളൊരു റഷ്യക്കും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള, അല്ലാതെ മറ്റേ യൂറോപ്യൻ പിന്നെ നാറ്റോ പറയുന്ന ഉദാഹരണം, ഞാനിത് ഇങ്ങനെ പറയാൻ കാര്യം, വാൻസ് ഇപ്പം UK എനിക്കൊണ്ട് ഇന്നലെ മറ്റേ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തിനാണ് അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ സ്റ്റാമർ സോപ്പ എന്ന് പറഞ്ഞാൽ അവരാരും ഒന്നും USA ഒന്നും ചെയ്യില്ല, ട്രംപിനൊന്നും ചെയ്യില്ല, എന്നാലും ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കും, പാരയൊക്കെ വയ്ക്കും. പാര വയ്ക്കാൻ ബ്രിട്ടീഷുകാരെ പോലെ ലോകത്തിൽ വേറെ ആരുമില്ല, MI6 പോലെ. അപ്പോൾ അവിടെ ചെന്ന് സോപ്പിടയാണ്. കാരണം ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും ഒപ്പിടട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ മറ്റേ ബാലൻസ്ഡ് ഫോഴ്സ് റഷ്യ ഇങ്ങോട്ട് കടന്നു കയറാതിരിക്കാൻ ഉണ്ടാക്കാനുള്ള ഫോഴ്സിൽ തർക്കം വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം
ഇപ്പം ഈ 1500 ചിൽഡ്രനെ കൊണ്ടുപോയില്ലേ ഇയാളുടെ പുറത്ത് അറസ്റ്റ് വാറണ്ട്, അത് അമേരിക്കയുടെ സെക്യൂരിറ്റി അഡ്വൈസർ വാൻസ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വാൻസ് ഇതൊക്കെ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ കരുതി കാണാം ഇതൊക്കെയാണ് ഇവിടെ വരാൻ പോകണം. അയാൾ കഴിഞ്ഞ ആഴ്ച മറ്റേ പറഞ്ഞു ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറിൻ്റെ ഭാഗമായി ആ 1500 പിള്ളേരെ 1000 പിള്ളേരെ വിട്ടു കൊടുക്കാമെന്ന്. അത് റഷ്യമേ എഗ്രി. റഷ്യക്ക് അതൊരു വിഷയമല്ല, അത് എഗ്രി ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഡോൺബാസ് ഏരിയ തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രംപിന് ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ റഷ്യ ഇങ്ങനെ പറയുമെങ്കിൽ ട്രംപിനറിയാം പിന്നെ ഇനി മറിച്ച് പറഞ്ഞാൽ പ്യൂട്ടിൻ മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ പ്യൂട്ടിന് വലിയ നിർബന്ധമൊന്നുമില്ല ഇത് നിങ്ങൾ തീർത്ത്, എന്തായാലും അങ്ങനെ ഇറങ്ങി ഇനി കുളിച്ച് കയറാമെന്നുള്ളതെന്ന് പറഞ്ഞാണ് അങ്ങനെ നിൽക്കണം. ഇനി ഇത് ഇഫ് the Putin gives, Russia gives an inch to the NATO or USA, they will take a mile എന്ന് പ്യൂട്ടിൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ വാൻസ് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് പീസ് ടോക്ക് സക്സസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന ഒരു ഹിൻ്റാണ്. പിന്നെ അപ്പം ട്രംപ് പറയും സെലൻസ്കി എടുത്ത് പിന്നെ റഷ്യ ഒരു കാര്യം ക്ലിയറായിട്ട് പറഞ്ഞു. ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു യാസിൻ മുനീറിനെ ഒരു കാരണവശാലും ഇനി ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഇവനെ കയറ്റേ ചെയ്യരുത്. ഈ ഷുഡ് നോട്ട് ബി എ പാർട്ടി, മെയ്റ്റ് എ പാർട്ടി, വേറെ ആരെങ്കിലും വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ പ്യൂട്ടിൻ സെലൻസ്കി ആയിട്ടുള്ള ഒരു പരിപാടിക്കുമില്ല. അപ്പോൾ സെലൻസ്കി അവിടെ കിടന്നാൽ ഈ സെലൻസ്കി മറ്റവൻ കീ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ജർമ്മനിയും നാറ്റോ ഫോഴ്സും എല്ലാം കൂടെ ഈ കീ കൊടുത്താൽ കരയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ കീ കൊടുക്കുക. സെലൻസ്കി അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചർച്ച നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ ബഹളമാണ്. അപ്പം പ്യൂട്ടിൻ പറഞ്ഞ് നിങ്ങൾക്ക് ചർച്ച വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ അങ്ങോട്ട് എടുപ്പിക്കണമെന്നാണ്. സെലൻസ്കി ആയിട്ട് എനിക്ക് അവനെ കാണണ്ട, എനിക്ക് അവൻ്റെ മുഖമേ കാണണ്ട, വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ. ഉക്രൈനിൽ ആരും ഇങ്ങനെ എതിർത്താലും ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാവും. ഇയാളൊരു ഒരു 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 മര്യാദയ്ക്ക് ഒരു ലെജിറ്റിമേറ്റ് ഒരാളെന്ന് അവനെ അടിച്ച് ഓടിച്ച് ഇയാൾ ഇവരുടെ ഉക്രൈനിയൻസിൻ്റെ കൂടെ റഷ്യക്കാർക്ക് ഇത്രയും വിരോധമല്ല. പക്ഷേ ഇയാളോട് പ്രത്യേകിച്ച് പ്യൂട്ടിനും റഷ്യക്കാർക്കും ഭയങ്കര വിരോധം തന്നെയാണ്. ബിക്കോസ് ഹി ഹാസ് നോ പവർ, നോ എഫിഷ്യൻസി, നത്തിങ്. അയാളിങ്ങനെ വെറും ഒരു കീ കൊടുത്ത് ഉള്ള ഒരു നാറ്റോ കീ കൊടുത്ത് വരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പ്യൂട്ടിന് ഒട്ടും ഇഷ്ടമല്ല. മാത്രമല്ല കുറച്ച് നാശം പ്യൂട്ടിനും ഉണ്ടായില്ലേ, കുറേ കാര്യങ്ങൾ. മാത്രമല്ല പ്യൂട്ടിനെ പ്യൂട്ടിൻ്റെ വലം കയ്യ ജനറലിനെ തട്ടിക്കളഞ്ഞു ഒരു 6 മന്ത്സിന് മുമ്പ്. അതൊക്കെ പ്യൂട്ടിൻ ഒരിക്കലും മറക്കില്ല. അപ്പം ഇവൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയത്, പ്യൂട്ടിൻ്റെ അടുത്ത് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, എടേ നീ ഒരു കാര്യം ചെയ്യേ, നീ മറ്റേ കോട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കേ, ഞാൻ നോക്കട്ടെ, നിന്നെ ഞാൻ പാരച്ചൂട്ട് ചെയ്ത് അലാസ്കയിൽ ഞാൻ വരുത്താൻ ഒക്കെ ഒന്ന് നോക്കട്ടെ, ഞാൻ പ്യൂട്ടിനായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ ഈ എഗ്രിമെൻ്റ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പിന്നെ ചിലപ്പം ട്രംപ് പറയും അവൻ വന്നവിടെ കിടന്നോട്ട്, അവൻ വന്ന് നിന്നെ ഒന്ന് കണ്ടോട്ട്, നീ കിടന്ന് ബേളം ഉണ്ടാക്കാതെ അവനെ വേണം നീ തട്ടിക്കോ. പിന്നെ ഇപ്പം നമുക്ക് ഈ ടോക്കൊന്ന് സക്സസ് ആക്കാൻ വേണ്ടി അവൻ വരട്ടെ എന്ന് ട്രംപ് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേ ബി പാരച്യൂട്ടഡ് ഇൻ ടു അലാസ്ക ആഫ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ അത് നടക്കോ ഇല്ല എന്നുള്ളത്. പക്ഷേ അത് ട്രംപ് ഒരു വലിയ കാര്യമൊന്നുമല്ല, ഇവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് നാറ്റോ ഫോഴ്സാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കി ഇല്ലാതെ എന്തോന്ന് ചർച്ച, അത് UK ആണ്. അപ്പോൾ അതിന് സോപ്പിടാനാണ് ഇയാൾ വാൻസ് വൈസ് പ്രസിഡന്റ് അവിടെ പോയത്. അപ്പോൾ പിന്നെ സെലൻസ്കിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. തനിക്ക് ഇയാൾക്ക് ഒരുപാട് പൈസയുണ്ട്, അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പാരീസിലും ജർമ്മനിയിലും എത്ര ഡോളർ പിന്നെ ആയുധം വാങ്ങാൻ ഇയാൾ കൊടുത്താലും, നാറ്റോയും മറ്റേ അമേരിക്കയും കൊടുത്താൽ അതിൽ കുറച്ച് പൈസ നേരെ സെലൻസ്കി എടുത്ത് അവിടെ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് പോയി ജീവിക്കണം. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ പൊയ്ക്കോ, ഒരു ദിവസം രാത്രി നാട് വിടുക, അല്ലെങ്കിൽ പ്യൂട്ടിൻ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അജ്ഞാതം ചെല്ലും. അവിടെ പ്യൂട്ടിൻ്റെ അജ്ഞാതം അവിടെ ചെല്ലും. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സെലൻസ്കി അജ്ഞാതം വന്ന് വെടിവെച്ച
പിന്നെ വാറ് വീണ്ടും തുടങ്ങൂലല്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾ പിന്നെ ഒരു അധികപ്പറ്റാവും. അവിടെ 2-3 ലീഡേഴ്സ് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ബാക്കി ഇപ്പോൾ ഉക്രൈൻസ് എങ്ങനെ റഷ്യയായിട്ട് യുദ്ധം നിർത്തണമെന്നാണ് 70% പറയുന്നത്. അപ്പം അവർ മടുത്തു. പിന്നെ സെലൻസ്കി അവിടെ മാർഷൽ ലാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുപോലെ അവിടെ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ജനങ്ങൾക്കൊന്നും മിണ്ടാന്ന് ഓർത്തില്ല. അപ്പം ഇയാളൊന്ന് തൊലഞ്ഞു പോയാൽ മതി, ഇയാളെ ഒരൊറ്റ ഒരുത്തം കാരണമാണ് ഞങ്ങൾക്ക് ഈ ദുരിതം വരുത്തി വെച്ചെന്നായി ഇപ്പം ഉക്രൈനിയൻസ് 70% അവരങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ഫ്രൈഡേ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു അനാലിസിസാണ്, അത് തെറ്റാവാൻ ശരിയാവാം. ഈ ഫ്രൈഡേയോ സാറ്റർഡേയോ ഇത് ഫൈനൽ കരാർ ഒപ്പിടില്ല. ഇവരത് സെക്കൻഡ് ഒരു ചർച്ച വയ്ക്കും. സെക്കൻഡ് ഡേ, അനദർ ഡേ വേറൊരു സ്ഥലത്ത്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ ഈ കരാറങ്ങ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ റഷ്യയും അമേരിക്കയും തമ്മിൽ പ്രശ്നമില്ല. പിന്നെ ടാരിഫെല്ലാം റഷ്യയുടെ പുറത്തുള്ള ഓയിലും മറ്റേതെല്ലാം പിൻവലിക്കുകയാണ്. ഇന്ത്യക്ക് എവിടുന്ന് വേണമെങ്കിലും ഓയിൽ വാങ്ങിക്കാം. ഇപ്പം അവർ പറയുന്നത്, നാറ്റോയും നമ്മുടെ ട്രംപും പറയുന്നത്, നിങ്ങൾ ഓയിൽ വാങ്ങുന്നത് വഴി ഉക്രൈനെ ഫൈറ്റ് ചെയ്യാനുള്ള പൈസ നിങ്ങൾ കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഉക്രൈൻ വാർ ഉണ്ടാക്കുന്നതിന് റഷ്യ എയ്ഡ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നമില്ലല്ലോ. പിന്നെ റഷ്യൻ ഓയിൽ വാങ്ങിയ ഇന്ത്യക്ക് പ്രശ്നമില്ല, അമേരിക്കയ്ക്ക് പ്രശ്നമില്ല. പിന്നെ അമേരിക്കയ്ക്ക് പറയാൻ ഒക്കില്ല. പിന്നെ അമേരിക്കയ്ക്ക് പറയണേ, ഇടേ നമ്മുടെ ഓയിലും കൂടെ ഇത്തിരി വാങ്ങിക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ ഇന്ത്യയുടെ. അപ്പം ഇന്ത്യക്ക് അതൊരു ഗുണമാണ്. മാത്രമല്ല പിന്നെ ഈ ട്രംപ് നമ്മളിപ്പോൾ ഫെബ്രുവരി വന്നാണ്, ഇത്രയും നാൾ നോക്കി ഈ സ്ഥിരമായിട്ട് പുള്ളിക്ക് അങ്ങനെ ആരോടും അങ്ങനെ സ്നേഹവും വിരോധമൊന്നുമില്ല. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ശരത്തിൻ്റെ അടുത്ത് പറയും യു ആർ എ ബ്യൂട്ടിഫുൾ മാൻ, വണ്ടർഫുൾ മാൻ, വെരി ഇൻ്റലിജൻ്റ് എന്ന് പറയും. പിറ്റേ ആഴ്ച നേരെ തിരിച്ചും പറയും. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അത്ര അങ്ങനെയുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് വെന്യൂ, ഈ കരാർ ലാസ്റ്റിൽ ഒപ്പിടുന്നത് ചിലപ്പോൾ അപ്പം ഇയാൾ സെലൻസ്കി അതിന് വരും, അതിന് വന്നല്ലേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഡൽഹിയിലായിരിക്കും, ഡൽഹിയിലെ ബോംബെ, സോറി എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും കരാർ. എന്ന് കഴിഞ്ഞാൽ ട്രംപിന് ഈ വിരോധം പോയല്ലോ. ഇന്ത്യ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതാണല്ലോ നമ്മൾ തമ്മിൽ മെയിൻ പ്രശ്നം. അപ്പം ഇന്ത്യ പിന്നെ വിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം, ഈ 27 മുതലാണ് ഈ 50% താരിഫിന് ഇന്ത്യയെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ആ ഡേ 50% എന്നുള്ളത് മാറാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 27 മുതലാണ് അത് അത് വേറെയാണ്, അത് സെപ്പറേറ്റ് ആണ്. ആ ടാരിഫും നമ്മുടെ പക്ഷേ റഷ്യയായിട്ടുള്ളൊരു ചർച്ച വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യയോടൊരു മമത വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. മമത വരും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ റഷ്യൻ ഓയിലിന് പുറത്ത് ടാരിഫ് ഉണ്ട്. ആ ടാരിഫ് അങ്ങ് പോകും. കാരണം റഷ്യൻ ഓയിൽ കരാർ ഒപ്പിട്ടല്ലോ, ഉക്രൈൻ വാറ് നിന്നല്ലോ. അപ്പോൾ ഇന്ത്യ ഈസ് ഫ്രീ ടു ബൈ. ഇപ്പം തന്നെ നമ്മൾ 14 രാജ്യങ്ങളുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും കുറച്ച് USA-നും എല്ലായിടത്തും നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങാൻ കരാറുണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ $42 എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇറിസിസ്റ്റബിൾ റേറ്റ്. അപ്പോൾ ടാരിഫ് മറ്റേ പാലിൻ്റെ പുറത്തും ബ്രാൻഡിയുടെ പുറത്തും ഉള്ള ടാരിഫും ഇതുമായിട്ട് ബന്ധമില്ല. ഓയിലിൻ്റെ പുറത്തുള്ള ടാരിഫെല്ലാം അങ്ങ് പോകും, ആ ഇഷ്യൂ അങ്ങ് പോകും. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയാണ്. എനിക്ക് ആ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കത് വന്ന ആ പോയിന്റ്, അല്ലെങ്കിൽ അത് മിസ്സായിപ്പോയെന്ന്. ഈ അമേരിക്ക വിൽ ബി ഹാപ്പി ഈ കരാറൊക്കെ ഒപ്പിടുമ്പം ഈ ഇന്ത്യനെ എതിരാക്കാൻ അമേരിക്ക സത്യം പറഞ്ഞാൽ ട്രംപിന് താല്പര്യം പ്രതികാരം പോലെ ഇല്ല. അതായത് അമേരിക്കയും അത് ഇന്ത്യയായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഫെബ്രുവരി നടന്നതിൽ F-35 വിമാനം തരാൻ ഇപ്പം ട്രംപ് തന്നെ ഒരു അനുഭവപൂർവ്വമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അത് തട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു എനിക്കൊന്ന് പുടിൻ വരുമ്പോൾ തന്നെ ആ കരാറുകളിൽ ഒപ്പിടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സുഖോയ് മിസൈലുകൾ സുഖോയ് അടക്കമുള്ളത് വാങ്ങാൻ പോകുന്നു, മറ്റു വ്യാപാര കരാറുകൾ അതുപോലെ തന്നെ പ്രതിരോധ കരാറുകളെല്ലാം തന്നെ ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുന്നത് ഇത് ട്രംപിനെ സ്വാഭാവികമായിട്ടും ചൊടിപ്പിക്കും ചാൻസ് ഇല്ല. അതും ഒരു പരിഗണിക്കേണ്ടതല്ലേ അത്? അല്ല, അത് ഇതെല്ലാം പരിഗണിക്കും.
ഈ ട്രംപിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുക്കും സ്നേഹമാണെങ്കിൽ. പക്ഷേ F-35 വാങ്ങിക്കുന്ന പ്രശ്നമേ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ 7-8 രാഷ്ട്രങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു, ഇത് വേണ്ടെന്ന് പറഞ്ഞു. ചെലവും കൂടുതലാണ്. ചിലവും കൂടുതലാണ്. പിന്നെ അതിന് വേറെ ഇന്ത്യ ഈ അമേരിക്കയായിട്ട് ഉടക്കാനുള്ള ഡിഫറൻസ് ഒപ്പിന് വരാൻ കാര്യം, ഈ അമേരിക്ക എന്ത് ആയുധം തന്നാലും അവർ കൂടെ ഇങ്ങ് വരും. അപ്പം അത് നമുക്ക് പറ്റില്ല. അവർ പിന്നെ ഇവിടെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിന്നെ അവിടെ ഈ ഗാഡ്ജറ്റ്സ് വെച്ച് നമ്മുടെ ബാക്കിയുള്ള പ്ലെയിനുകളും മറ്റേ പിന്നെ ഇവ റഷ്യയുടെ വെപ്പൺസ് ഒക്കെ ഉണ്ട്, അതെല്ലാം സ്പൈ ചെയ്ത് ആ പരിപാടി പറ്റില്ല. നമുക്ക് പൂർണ്ണമായും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അപ്പം അത് സംഗതി വേറെയാണ്. അത് നമ്മൾ അതിൽ നിന്നും പിന്മാറിയൊന്നുമില്ല. ട്രംപിനെ സന്തോഷിപ്പിക്കുക അതൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ ഒരു 5-6 അബ്രാം മിസൈലും 5-6 അബ്രാം ടാങ്കും നമ്മൾ വാങ്ങിച്ചു തന്നിരിക്കും. അല്ലാതെ F-35 വേണ്ട, ആ സാധനം വേണ്ട. കാരണം നമുക്ക് പൂട്ടാൻ പറ്റി, നമ്മൾ ക്ലീനായിട്ട് അതിനെ താഴെ ഇറക്കി ഇവിടെ. അത് തന്നെ അത് അഴിക്കാൻ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ കോമ്പിറ്റൻറ്റ് വെപ്പൺ എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ. ഇസ്രായേൽ വരെ മാറിക്കണം. ജപ്പാനിലും പോയി നാണം കിട്ടും. ജപ്പാനിലും പോയി. ഇസ്രായേൽ പറ്റൂല. ഇസ്രായേൽ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പം അത് നമ്മൾ Su-57 തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ടാരിഫ് ഈ ഓയിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് പൈസ ലാഭമാണ്. ഒരു മാസം എത്രയോ $1 മില്യൺ ഓയിലല്ലേ നമ്മൾ വാങ്ങുന്നത്. അപ്പം ഈ അതേസമയം ഈ ഇന്ത്യയെ കംപ്ലീറ്റ് എതിരാക്കാനും ട്രംപിന് താല്പര്യമില്ല. റഷ്യ ഓക്കെ ആയി. അപ്പം പിന്നെ ഈ റഷ്യക്കെല്ലാം കൊടുക്കാൻ നോക്കില്ല. റഷ്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഹാൻഡ് വാഷും ആപ്പിൾ ഫോൺ റഷ്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. അത് ഇന്ത്യ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ചൈന. അപ്പോൾ ഈ ട്രംപിന് ഇന്ത്യയായിട്ട് അങ്ങനെ അടിവയ്ക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി. പ്യൂട്ടിനും അതുപോലെ തന്നെയാണ്. പിന്നെ ഇന്ത്യയായിട്ട് ഇന്ന് പ്യൂട്ടിന് ഇങ്ങനെ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പം. ഇത് കരാർ ഒപ്പിട്ടു, വാറ് നിന്നു, അത് കഴിഞ്ഞ് പ്ലെയിനിൽ കയറി ഇന്ത്യയിൽ വരുന്നു, കരാറുകൾ പറ ഒപ്പിടുന്നു. അപ്പോൾ പ്യൂട്ടിന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പ്യൂട്ടിൻ ചിലപ്പം സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ട്രംപ് അഗ്രി ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ ന്യൂഡൽഹിയിൽ വെച്ച് മോഡി കൂടെ, അപ്പം പിന്നെ മോഡി ചിലപ്പം പാകിസ്ഥാൻ അല്ല പിന്നെ ഇപ്പോഴുള്ള പിന്നെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് നിങ്ങളതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല, ഞങ്ങളെ പാകിസ്ഥാൻ അയ്യോ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ അഗ്രി ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒന്ന് മയപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ശരിയാണ്, ഞങ്ങൾ മുന്നോട്ട് പോയേനെ എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് മയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ ട്രംപിനൊരു ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്ക് നോബൽ സമ്മാനം കിട്ടിയേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് 3ാമത് വേണമെങ്കിൽ അങ്ങനെ പ്രസിഡൻ്റ് ആയി വരാം. പക്ഷെ പുള്ളി കൊണ്ട് പറ്റില്ല. പുള്ളിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പുള്ളി അങ്ങ് മാറുകയാണ്, വാൻസിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. അപ്പം 2028 അദ്ദേഹം വരില്ല. ഇത് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. ഇനി 3 വർഷമേ ഉള്ളൂ. മാത്രമല്ല ഇനിയിപ്പോൾ മിഡ് ടൈം പോൾ വരികയാണ്. അതിൽ കോൺഗ്രസ് മറ്റേ ഡെമോക്രാറ്റ്സ് എല്ലാം കൂടെ ഇടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ബില്ല് ആരും ഒന്നും പാസ്സാക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നോബൽ സമ്മാനം വാങ്ങിച്ച സ്ഥലമുണ്ട്. അപ്പം നോബൽ സമ്മാനത്തിന് വലിയൊരു വിഘാതമായിട്ട് നിൽക്കുന്ന ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഈ അസിം മുനീറിനെ പൊക്കി അവിടെ കൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചത്. അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സോപ്പിടാനുള്ള ബെസ്റ്റ് ഒരു അവസരമാണ് ഇന്ത്യ ഡൽഹിയിൽ വെച്ച് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രംപിനും താല്പര്യം, ട്രംപിന് തിരിച്ച് ഇന്ത്യ വല്ലതൊക്കെ ചെയ്യും, കടുംപിടുത്തം വയ്ക്കില്ല. റഷ്യയ്ക്കും ഭയങ്കര സന്തോഷം. പുട്ടിൻ്റെ നിലപാട് എന്തായിരിക്കും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൗഹൃദം അമേരിക്ക പുലർത്തുന്നതിൽ? അതിന് പ്യൂട്ടിൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്യൂട്ടിന് പിന്നെ പാകിസ്ഥാനെ കൊണ്ടുള്ള ഗുണം പ്യൂട്ടിന് കൊടുക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങൾ അമേരിക്കയ്ക്ക് പ്യൂട്ടിന് ഒരിക്കലും കൊടുക്കാൻ ഒക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അത് ചെയ്യില്ല. ഈ പാകിസ്ഥാൻ എന്തിനാണ് ഇത് ട്രംപ് ഇങ്ങനെ മടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബൈഡനും മടി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവിടെ ഒരു വെപ്പൺ ലോബിയുണ്ട്, ഒരു വലിയ മോങ്കറിങ് ലോബിയുണ്ട്. അപ്പോൾ അവർ പിന്നെ ഈ $125 ബില്യൺ പാകിസ്ഥാന് കൊടുത്ത പൈസ എന്ന് പറഞ്ഞ് ഈ മുനീർ പോയി വിളിക്കുമല്ലോ. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു 75 ബില്യൺ പിന്നെ 75 ബില്യൺ ഈ ബഹുമാനം എടുക്കും. പാകിസ്ഥാൻ പട്ടാളം എടുക്കും 25 ബില്യൺ. പിന്നെ ബാക്കി പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നു
ഒരു 10-35 ബില്യൺ ഡോളേഴ്സ് തിരിച്ച് അമേരിക്കയ്ക്ക് പോകും. കറക്റ്റായിട്ട് അവർ ചെയ്യും പാകിസ്ഥാൻ. എത്രയോ നാൾ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസ്മെന്നിനും ഇപ്പം ഇന്നലെ ഞാൻ ചെയ്ത എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പിന്നെ ആസാദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി അമേരിക്കൻ ബിസിനസ്മാൻ്റെ പ്രൈവറ്റ് ഡിന്നറിലാണ് ഈ പറഞ്ഞത്, ഇയാൾ മുനീർ അനാവശ്യം പറഞ്ഞത്. അപ്പോൾ അയാളെന്ന് പറയുന്നത് പല ഇങ്ങനത്തെ കക്ഷികൾ അമേരിക്കയിലുണ്ട്. ഈ മണി ലോണ്ടർ ചെയ്ത് കോൺഗ്രസ്മെന്നിനും ഇവർക്കൊക്കെ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ടാക്സ് ഹെവനിലൊക്കെ കൊണ്ട് പൈസ പാകിസ്ഥാൻ ഇടുന്നത് ഇതുപോലുള്ള ആളുകൾ വഴിയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഈസ് എ വെരി ഫെയ്ത്ത്ഫുൾ ജർമ്മൻ ഷെപ്പേർഡ് ആസ് ഫാർ ആസ് അമേരിക്ക ഈസ് കൺസേൺ. എന്ത് പറഞ്ഞാലും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അസിം മുനീറിനും പിന്നെ പാകിസ്ഥാനി ജനറൽസിനും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അവിടെ അമേരിക്കയിലുള്ളത്, അമേരിക്കയിൽ ഇംഗ്ലണ്ടിലുള്ളത്. ഇവരുടെ മക്കളെ പിന്നെ മക്കളുടെ മക്കൾ ഇതെല്ലാം പഠിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഭയങ്കര ലിവറേജാണ് അമേരിക്ക പാകിസ്ഥാൻ. എന്ത് പറഞ്ഞാലും ഇവർ ചെയ്യും. പൈസയെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൈസ തിരിച്ചു വരും. പുട്ടിൻ കൊടുക്കില്ല, ഒറ്റ പൈസ പുട്ടിൻ കൊടുക്കില്ല. വല്ല ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി, ഇതുപോലത്തെ പണി മോഡിജിയും ചെയ്യില്ല, ഇദ്ദേഹവും ചെയ്യില്ല, പുട്ടിനും ചെയ്യില്ല. അപ്പം നിങ്ങൾ ചോദിച്ച പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പിന്നെ ആര് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പൈസ ലോകം മൊത്തം ഈ പൈസയുടെ ഇതിലാണ്. നമ്മളെ മലയാളത്തിൽ കളിയാക്കി പൈസ എന്ന് പറയില്ല, സത്യമാണത്. പൈസ ഇല്ലെങ്കിൽ പിന്നെ പിണം എന്ന്, അതൊരു സത്യമായ കാര്യമാണ്. അപ്പം ചൈന കൊടുക്കുന്നുണ്ട്, അതല്ലേ ഈ ചൈനയ്ക്ക് അവിടെ ഭയങ്കര ലോബിയുണ്ട്. അവർ ചൈനയ്ക്ക് പിന്നെ ആടത്തും ചോദിക്കാൻ പറയാനൊന്നും വേണ്ട, ചൈനയ്ക്ക് പൈസ ഒന്നും വേണ്ട. ചൈന ഒരുപാട് പൈസ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവരെ എങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഈ അമേരിക്കയിലെ ലോബിയെ. അത് ഈ ട്രംപ് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ട്രംപിന് പൈസയിൽ താല്പര്യമുണ്ടെങ്കിലും ഈ ചൈനയായിട്ടുള്ള സൗഹാർദ്ദം അമേരിക്കയ്ക്ക് അത്ര ലോങ് റണ്ണിൽ നല്ലതല്ല. എന്ന് പറഞ്ഞാൽ അമേരിക്ക മൊത്തം ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മറ്റേ ഡ്രഗ് കയറ്റിവിട്ട് അവിടെയുള്ള യൂത്ത്സ് മൊത്തം പോയി US. അതൊരു വലിയ വിപത്താണ്. അത് ഈ ഈ ചൈനീസ് പോളിസി അഡ്വൈസേഴ്സിന് ബുദ്ധിയില്ലയോ എന്ന് ചിലപ്പോൾ ആലോചിക്കും. എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോണത്? അവർക്ക് ട്രേഡൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കിറ്റ് പ്രോക്കോ പോയത്. എന്തിനാണ് ഈ ഡ്രഗൊക്കെ കയറ്റി വിട്ട്? അവർ തന്നെയാണ് ഡ്രഗ് ഇവിടെ കയറ്റി വിടുന്നത്. നമ്മുടെ രാജ്യത്ത് ഡ്രഗ് കയറ്റി വിടുന്നത് ഈ ലോബി തന്നെയാണ്. ദുബായ് വഴിയും മറ്റേ വഴിയും ആഫ്രിക്ക വഴിയൊക്കെ ഈ ലോബി ഇവരുടെ ചൈനീസ് ഫെൻറ്റനിൽ ആണ് ഇവിടെ വരുന്നത്. അപ്പം അവരുടെ പരിപാടി, ഞാൻ ചൈനീസ് എന്ന് പറയില്ല, ഞാൻ വീണ്ടും പറയും ഷീ ജിൻപിങ്, അവരുടെ എല്ലാം പരിപാടി മറ്റുള്ള രാജ്യങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുടിൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഗ്രിയബിൾ ആണെങ്കിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ വരാൻ സാധ്യതയുണ്ട് സെക്കൻഡ് ഡേയിൽ. അല്ലെങ്കിൽ ബാക്കി 50% ചാൻസ് മോസ്കോയിൽ ട്രംപിങ് വരും. ഇനി രണ്ടാമത് പോവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ രണ്ട് സൂപ്പർ പവേഴ്സാണ്. എപ്പോഴും ഞങ്ങളവിടെ വരണമെന്നതിന് ഞങ്ങളെന്തോ എന്തോ കുറ്റം ചെയ്തതുപോലെ ഇനി നിങ്ങൾ വരിക എന്ന് പറയാം. അപ്പോൾ ട്രംപിങ് വരും, മോസ്കോയിൽ വരും. അല്ലെങ്കിൽ ട്രംപിന് ഇവിടെ വരേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അത്രയും ദിവസം നീണ്ടു പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പുട്ടിൻ്റെ വിസിറ്റിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഡൽഹിയിൽ ഒരു വേദിയാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, പുട്ടിനും ഇന്ത്യയിലോട് സന്തോഷമാണ്, ഇന്ത്യയിലോട് യാതൊരു ഇതില്ല. ട്രംപിന് അതുപോലെ ചൈനയെ ചവിട്ടി പുറത്താക്കാനുള്ള ഇപ്പോൾ ചൈന, ഇന്ത്യ, റഷ്യ ബ്ലിറ്റ് വരുന്നുണ്ടെന്നൊരു പേടി ട്രംപിനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അതിനൊരു തടയിടാൻ കൂടി ഇന്ത്യയിലേക്ക് ഇപ്പം ട്രംപ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ത്രയം വരുമ്പോൾ ചൈന ഔട്ടാവും എന്നുള്ളൊരു പ്രതീതി കൂടെ വരില്ലേ അതിനകത്ത്? അല്ല, പ്രതീതി വരും ചൈന ഔട്ടാവുന്നു. പക്ഷേ കംപ്ലീറ്റ് ചൈനയെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്ത്യക്ക് ചൈന ഒരു അഡ്വേഴ്സറി കൺട്രിയാണ്. നമുക്ക് എപ്പോഴും ദോഷം വരുത്തുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഫ്ലൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ നമ്മൾ. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസിൽ ചുമ്മാതല്ല, നമ്മുടെ തിങ്ക് ടാങ്ക്സ്, നമ്മുടെ ഈ അത് നമ്മൾ ചുമ്മാ പൊക്കയല്ല, സത്യമായിട്ടും നമ്മുടെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ പാകിസ്ഥാനെ കുറച്ച് സ്നേഹമാണ്, കെട്ടിപ്പിടിക്കുന്നു. അതിൽ എനിക്കൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും
നമ്മുടെ ഈ ഇൻ്റലിജൻസ് വർഗം നമ്മുടെ ഇന്ത്യയുടെ നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പല പ്രഡിക്ഷൻസും അവരുടെ പല സംഗതികളും ജിയോ പൊളിറ്റിക്സ് സത്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ എല്ലാം ഇപ്പം പറയുന്നില്ല, ഇത് തന്നെ ഞാൻ പറയാം. ഈ നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഷീ ജിൻപിങ് താമസിയാതെ തട്ടിപ്പോവേ എടുത്ത് കളയോ മറ്റോ ചെയ്യുക അടുത്ത വേറൊരു ആളാണ് വരുന്നത്. അപ്പം അങ്ങേര് ഇന്ത്യക്കെതിരായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പം റഷ്യ അമേരിക്ക തന്നെ പുട്ടിനെ നാറ്റോ പറയുന്ന പുട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ റഷ്യ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ പോലെ ഷീ ജിൻപിങ് ആൻറ്റി ഇന്ത്യയാണ്. അങ്ങനെയാണത്. അയാൾ ഇവിടെ വന്ന് മറ്റേ മഹാബലിപുരത്തിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാൾ എന്ത് വൃത്തികേടാണ് കാണിച്ചത് നമ്മുടെ അടുത്ത്. അപ്പം ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി. അതേസമയം എല്ലാ ചൈനക്കാരും അങ്ങനെയല്ല. ഈ മറ്റേ അവിടെ നല്ല ആളുകളുണ്ട്, നല്ല ലീഡേഴ്സുണ്ട്. ഈ വരാൻ പോകുന്ന ആൾ ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ഇന്ത്യക്കാരങ്ങനെ വിചാരിക്കുന്നു, നമ്മുടെ തിങ്ക് ടാങ്ക്സ് അങ്ങനെ വിചാരിക്കുന്നു. ഇന്ത്യയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്തിനാണ് ഇന്ത്യയായിട്ട് പ്രശ്നം? ട്രംപ് റഷ്യയെ പറ്റി വിചാരിച്ചോല്ലേ എന്തോന്ന് പ്രശ്നം? അത് അരുണാചൽ പ്രദേശ് വേണ്ട, ഞങ്ങൾക്ക് അരുണാചൽ പ്രദേശ് വേണ്ട, ഞങ്ങൾ വി ആർ ഹാപ്പി എന്നങ്ങ് വിചാരിക്കാമല്ലോ. 17 രാഷ്ട്രങ്ങളായിട്ട് ചൈനയ്ക്ക് ഇതുണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസറീസ് ഉള്ളത് ചൈനയാണ്. അങ്ങനെ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് അവിടെ വേണമെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തിങ്കേഴ്സ് വിചാരിച്ചൂടെ. അങ്ങനെ പോകുന്ന ആളായിരിക്കും ഈ വരുന്നത്. ഇന്ത്യയായിട്ട് സൗഹാർദ്ദത്തിൽ പോകാമെന്ന് വിചാരിക്കുമായിരിക്കും. US ആയിട്ട് അടിവെക്കേണ്ടെന്ന് വരുന്ന പുതിയ ലീഡർ വിചാരിച്ചെന്തോ ചെയ്യും? അപ്പം പാകിസ്ഥാൻ ഘടകമല്ലേ ഇന്ത്യ? അത് പാകിസ്ഥാനെ വെച്ചിരിക്കുന്ന റൗഡി ആയിട്ടാണ്. നോർത്ത് കൊറിയയെ ഉപയോഗിച്ച് റഷ്യ ചൈനയും ബാക്കിയുള്ളവരെ വരട്ടുന്ന പോലെ പാകിസ്ഥാനെ വെച്ചിരിക്കുന്ന റോഗ് നേഷനായിട്ടാണ്, വെരട്ടിഫിക്കേഷനാണ് പാകിസ്ഥാനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരെയാണെങ്കിൽ പാകിസ്ഥാൻ എറിയിപ്പോവും എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മുടെ പർപ്പസ് എന്താ എന്നുള്ളത്. പിന്നെ വേണമെങ്കിൽ വീണ്ടും അമേരിക്ക ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കും, തിരിച്ച് പൈസ വയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ചൈന ഇന്ത്യയായിട്ട് അടുത്താൽ ചൈന വിചാരിക്കും വെറുതെ എന്തിനാണ് ഈ പാകിസ്ഥാനെ. എന്തായാലും പാകിസ്ഥാൻ ഇതായിപ്പോവും. ഈ ചൈനയുടെ ഏകദേശം ബിസിനസ്സും പാകിസ്ഥാനിൽ നിൽക്കുന്ന സമയത്ത് ചൈന ഒറ്റയടിക്ക് അങ്ങനെ വിടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അത് ആകെ പ്രശ്നത്തിലാണ്. $60-67 ബില്യൺ അവിടെ ബില്യൺ അവിടെ CPEC-ൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് അവിടെ ഇറങ്ങുന്നില്ല, ഒരു ലോറി പോകുന്നില്ല. അപ്പം ഈ അജ്ഞാതന്മാരൊന്ന് തട്ടയാണ് ബലൂചിയാണ്. മാത്രമല്ല അവിടെ ഞങ്ങൾ കണ്ടുപിടിച്ച് ട്രംപ് പറഞ്ഞു ഇനിയിപ്പം നാളെ ഇന്ത്യ ഓയിൽ വാങ്ങിക്കും പാകിസ്ഥാൻ്റെ നിന്ന്. ഉടനെ ബലൂചി പറഞ്ഞു ഇനി വന്നേരെ, ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വന്നേക്ക് ഓയിൽ എടുക്കാൻ. ഞങ്ങളറിയാതെ എന്തോന്ന് ഓയിൽ അതെന്ന് പറഞ്ഞാൽ അവർ ഉടക്കിയിട്ടുണ്ട്. അപ്പം ചൈനക്കാരെ കൊല്ലുകയാണ് ഈ ബലൂച്ചി BLA ബലൂച്ചി. അവർ അവിടെ ഒന്നും നടക്കില്ല. പാകിസ്ഥാൻ പീനൽ കോഡ് ഒന്നും അവിടെ ഇല്ല, ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ ചൈന ഇപ്പം ആകെ വെട്ടിലായിരിക്കുകയാണ്. CPEC പിന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഒന്നും പാകിസ്ഥാൻ വഴി നടക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കുഴപ്പമില്ല. അവർ പറഞ്ഞ കാര്യം ചെയ്യും, ഞങ്ങളുടെ പട്ടാളം അവിടെ ഇറങ്ങട്ടോ എന്ന് ചോദിച്ചു. CPEC ആ ഏരിയയിൽ അവിടെ മാത്രം അത് ഇവന്മാർ സംഭവിക്കില്ല. എന്നാൽ അതേസമയം ചൈന നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പോയി പിന്നെ ട്രംപിൻ്റെ മടിയിലും ഇരിക്കുന്നു. അപ്പോൾ ഇവർക്ക് എല്ലായിടത്തു നിന്നും പൈസ വേണം. അപ്പോൾ പാകിസ്ഥാൻ ഈസ് നോട്ട് റിലയബിൾ. പിന്നെ ചൈന അവരുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ചൈന പാകിസ്ഥാനെ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. കൂടുതൽ വലിയ ഇതാണെങ്കിൽ ബലൂചിസ്ഥാനിൽ അമേരിക്കയും ചൈനയും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്ത് ഇന്ത്യക്ക് എന്തായാലും വേണ്ട. അവിടെ നമുക്ക് ഈ POK അത് അങ്ങനെയുള്ളത് മാത്രം മതി. അവിടെ ബലൂചിസ്ഥാനിൽ ഭയങ്കര ഇതുണ്ട്, ഓയിൽ മിനറൽസ് അത് ഇതൊക്കെ ഉണ്ട്. അത് ചിലപ്പം അമേരിക്ക ഓൾറെഡി നോട്ട് ഔട്ട് കഴിഞ്ഞു. അപ്പോൾ ഗദ്ദാർ പോർട്ട് അമേരിക്ക പിടിക്കോ, ഇപ്പം ചൈനയാണ്, അത് അമേരിക്ക കൈവശപ്പെടുത്തോ ചൈന കൈവശപ്പെടുത്തോ നമുക്കറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ആ ലീഡർഷിപ്പ് ചൈനയിൽ മാറിയാൽ ഇന്ത്യയായിട്ട് അവർ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോകും. അത് ചൈനയ്ക്ക് വളരെ ഗുണമാണ്, ഇന്ത്യക്കും ഭയങ്കര ഗുണമാണ്. അതോടെ പാകിസ്ഥാൻ ദേ വിൽ സ്റ്റോപ്പ് ആൾ ഡർട്ടി വർക്ക്. അപ്പോൾ അതൊരു നല്ലൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. ഈ ജിയോ പൊളിറ്റിക്സ് ഈസ് വെരി ഫ്ലൂയിഡ്. എങ്ങോട്ട് പോകും എങ്ങോട്ട് മാറുന്നൊന്നും പറയാനില്ല. ഇപ്പോൾ
പിന്നെ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര റമിഫിക്കേഷൻസ് ആണ് ഗ്ലോബൽ നടക്കാൻ പോകുന്ന ഈ പുട്ടിനും ഇതും തമ്മിൽ. അത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഇന്ത്യക്കും ഒരു സ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 50% ചാൻസ് ഡൽഹിയിലായിരിക്കും, ഞാൻ വീണ്ടും പറയുന്നു. അല്ലെങ്കിൽ 50% നെക്സ്റ്റ് ഇവിടെ ആയിരിക്കും. അല്ല നാളെ ഫ്രൈഡേ തന്നെ അല്ലെങ്കിൽ സാറ്റർഡേ തന്നെ ഇതെല്ലാം ഉരുത്തിരിയില്ല. ചെറിയ തർക്കമൊക്കെ വരും, അത് അവിടെ സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ 1-2 വിഷയത്തിൽ തർക്കിക്കും. മിക്കവാറും എൻ്റെ ഒരു അനാലിസിസിൽ ഏത് ടൈപ്പിലെ ഫോഴ്സിനെ അവിടെ നിർത്തേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങൾ, ആ ഒരു കാര്യത്തിൽ ഒരു മനഃപൂർവ്വം ഉടക്കുന്നതായിരിക്കും. ഒരു സെക്കൻഡ് ഡേയിൽ ഒപ്പിടാൻ വേണ്ടി ഒരു ഭയങ്കര ഒരു പബ്ലിസിറ്റിയൊക്കെ വേണ്ടേ, അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. വളരെ വന്ദേ മാതരം.